ഹലോ ഫ്രണ്ട്സ്, നല്ല ചൂട് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. എന്ത് കറി ഉണ്ടാക്കും എന്നാലോചിച്ച് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ കൈ കിട്ടിയത് ഒരു കോളിഫ്ലവറാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ പൊറോട്ടയ്ക്ക് ഇത് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കോളിഫ്ലവർ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എത്ര വൃത്തിയാക്കി കഴുകി തിരിച്ചും മറിച്ചും മേലോട്ടും താഴോട്ടും ആക്കി നോക്കിയാലും എവിടെയും രണ്ട് കുഞ്ഞമ്പുഴു ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഞാൻ പുറത്ത് വരൂല എന്ന വാശിയോടെ, എന്നാൽ പിന്നെ അതിനെ പുറത്ത് ചാടിച്ചിട്ട് തന്നെ ബാക്കി എന്ന വാശിയോടെ ഞാനും വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെള്ളം തിളക്കാൻ വേണ്ടി. തിളക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒന്നുകൂടി ഒന്ന് ചൂടായി വന്ന് നമുക്ക് ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ മുഴുവൻ വെള്ളത്തിലേക്കിട്ട് എല്ലാ പുഴുക്കളും പുറത്തു ചാടണേ എന്ന പ്രാർത്ഥനയോടെ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോളിഫ്ലവർ ഒരു തിളയൊക്കെ തിളച്ച് സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ കഴുകി വൃത്തിയാക്കലിൻ്റെ ഗുണം കൊണ്ടാണോ അതോ കോളിഫ്ലവർ നല്ലതായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കുഞ്ഞമ്പുഴു പോലും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളയായിരുന്ന കോളിഫ്ലവർ ഇപ്പോൾ മഞ്ഞയായി തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ പാകത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ടതിന് ശേഷം ഒരു സൈഡ് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കോളിഫ്ലവറിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് അടുത്ത വശം കൂടെ ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കോളിഫ്ലവറിൻ്റെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്നും മാറ്റാം. കോളിഫ്ലവർ എല്ലാം ഓയിൽ നിന്നും മാറ്റി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാനും ഓയിലും തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വാടി കളർ ഒന്ന് മാറി വരാൻ തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി വാടി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി ചിക്കനൊക്കെ സവാള അരിയുന്ന ഒരു പാകത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് സവാള. ഇനി ഇത് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ സ്റ്റൗ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം മിക്സായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ തണ്ട് കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ടയും കോളിഫ്ലവർ ഫ്രൈയും. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.